ബെൻഗൂരിയൻ എയർപോർട്ട് വീണ്ടും യമൻ ആക്രമിച്ചു. ഫലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും തങ്ങൾക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് യമന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. താൽക്കാലികമായി വിമാനത്താവളം അടച്ചതായിരിക്കുന്ന സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ വീണ്ടും വിമാനത്താവളം തുറന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒടുവിലായിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത് ബെൻഗൂരിയൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് യാത്ര അത്ര സുരക്ഷിതമല്ല. പല വിമാന കമ്പനികളും അങ്ങോട്ടുള്ള സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ തീയതി നീട്ടുകയാണ്. അങ്ങോട്ട് തങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ യാത്രക്കാരെ എത്തിക്കാനോ തിരിച്ചു പോരാനോ വലിയ പ്രയാസമുണ്ട്. യുദ്ധഭൂമിക തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അന്താരാഷ്ട്ര എയർപോർട്ടാണ് ഈ പറയപ്പെടുന്ന ബെൻഗൂരിയൻ എയർപോർട്ട്. ഇതിനെ പല ഘട്ടങ്ങളിൽ യമൻ ആശ്രയിച്ചുകൊണ്ട് ആക്രമിക്കാറുണ്ട്. അതുകൊണ്ട് ധൈര്യസമേതം വരിക പോവുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് എന്നുള്ള അഭിപ്രായമാണ്. മറ്റു ചില റിപ്പോർട്ടിനകത്ത് കാണുന്ന റമോൺ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് ഇസ്രായേലിൻ്റെ മറ്റൊരു പ്രധാന എയർപോർട്ടാണ്. അവിടെ ആശ്രയിക്കുന്നത് നല്ലത്. അത് ഏലത്ത് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് ബെംഗളൂരു എയർപോർട്ടിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ ദൂരപരിധിയാണ് കണക്കാക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം 2 മിസൈലുകൾ മാത്രമേ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ളൂ. എന്നാൽ ബെൻഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡസൻ കണക്കിന് ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സുരക്ഷിത മേഖല എന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ റമോൺ അന്താരാഷ്ട്ര വിമാന